إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ത്വാഹ 97-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഖാല മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഫദ്ഹബ് നീ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സമരി അതികഠിനമായ അതിക്രമം പ്രവർത്തിച്ചു. അവനൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ബനി ഇസ്രായേലുകളെ കൊണ്ട് അതിനെ ആരാധിപ്പിച്ചു. അതിനെപ്പറ്റിയാണ് മൂസ നബി പറയുന്നത്, ഫദ്ഹബ് നീ പോയിക്കൊള്ളൂ, ഇവിടെ നിന്ന് പോയിക്കൊള്ളൂ, ഇന്നലക നിശ്ചയമായി നിനക്കുണ്ട് ഫിൽ ഹയാത്തി ഈ ഐഹികമായ ജീവിതത്തിലുണ്ട് അൻ തഖൂല നീ പറയൽ ലാ മിസാസ തൊട്ടുകൂടാ എന്ന് പറയലുണ്ടെന്ന് പറഞ്ഞാൽ നീ മനുഷ്യരിൽ നിന്നും എല്ലാവരിൽ നിന്നും നീ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുക തന്നെ ചെയ്യുമെന്ന്. അങ്ങനെ ആരും നിന്നെ തൊട്ട് അടുത്തേക്ക് നിന്നെ കൂട്ടുകൂടാൻ വരില്ല. അങ്ങനെ ജനങ്ങളിൽ നിന്നും പൂർണ്ണമായി നീ ഒറ്റപ്പെടും. ചില മുഫസ്സിരീങ്ങളുടെ വിശദീകരണ പ്രകാരം ഈ സാമിരിയെ തൊടുന്നവർക്ക് പ്രത്യേക തരത്തിലുള്ള രോഗമുണ്ടായി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അല്ലാഹു അഅലം. നിനക്കൊരു നിശ്ചിത സമയമുണ്ട്, ഒരു നിശ്ചിതമുണ്ട് നിനക്ക്. ലൻ തുഖ്ലിഫുഹു, അതൊരിക്കലും നിന്നെ ലംഘിക്കുകയില്ലെന്ന് പറഞ്ഞാൽ നിനക്കൊരു നിശ്ചിത അവധിയുണ്ട്. ആ അവധി ഒരിക്കലും നിന്നെ ലംഘിക്കുകയില്ല. നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടുക തന്നെ ചെയ്യും. അല്ലാഹു നീ നോക്കൂ, ഇലാ ഇലാഹിക നിന്റെ ആരാധനയിലേക്ക് നീ ഉണ്ടാക്കി വെച്ച ആരാധനയിലേക്ക് നോക്കൂ. അല്ലദീ ലൽത അലൈഹി ആകിഫ, നീ അതിന്റെ അടുത്ത് ഭജനമിരുന്നിരുന്നു. നീ ഭജനമിരുന്ന ആ ആരാധനയിലേക്ക് നോക്കൂ, എന്താണ് അതിന്റെ അവസ്ഥ. ലനുഹ്രികന്നഹു, നാം അതിനെ ചുട്ടുകരിക്കുക തന്നെ ചെയ്യും. മൂസ നബി പറയുകയാണ്, സുമ്മ ലനൻസിഫന്നഹു, നാം അതിനെ പൊടിയാക്കി പറ്റിക്കളയുന്നതാണ്. ഫിൽ യമി, സമുദ്രത്തിൽ. നസ്ഫ, ഒരു തരം പൊടിയാക്കി നാം അതിനെ കടലിൽ പറ്റിക്കളയുന്നതാണ് എന്ന് മൂസ നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുകയാണ്. ഇന്നമാ ഇലാഹുകുമുല്ലാഹ്, നിങ്ങളുടെ ആരാധ്യൻ അല്ലാഹു ആകുന്നു. അല്ലദീ, എങ്ങനെയുള്ളവനാണ് അവൻ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനില്ല. വസിഅവൻ, വിശാലമായിരിക്കുന്നു. കുല്ലു ഷൈഇൻ ഇൽമാ, എല്ലാ തരത്തിന്റെയും എല്ലാ വസ്തുവിനെ കുറിച്ചുള്ള അറിവും അവന് വിശാലമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ അറിവ് വിശാലമാണ്. ഇതാണ് മൂസ നബി അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുക്കുന്ന. അങ്ങനെയുള്ള ഏകനായ ഇലാഹിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. നിങ്ങൾ വഴിപിഴവിൽ പോകരുത് എന്നാണ്. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.